കേരളമടക്കമുള്ള 4 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. സാധാരണ നമുക്കറിയാം, 5 കൊല്ലം ഭരിച്ച സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും നേരെ വിപരീത മുന്നണി വിജയിച്ച് അധികാരത്തിൽ വരികയാണ് പതിവ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ 1980 മുതൽക്കെങ്കിലും ചരിത്രം ഇത് തന്നെയാണ്. 80-ൽ LDF ജയിച്ചു, 82-ൽ UDF, അത് കഴിഞ്ഞ് 87-ൽ വീണ്ടും LDF, 91-ൽ UDF, 96-ൽ LDF. അങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരുന്ന ആ കാലചക്രം പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടായത് കഴിഞ്ഞ തവണയാണ്. 2021-ൽ ലക്നാലും ചന്ദ്രാലും UDF ആണ് ജയിക്കേണ്ടിയിരുന്നത്. LDFിൻ്റെ ഭരണം അത്ര കേമപ്പെട്ട ഭരണമൊന്നും ആയിരുന്നില്ല. പക്ഷേ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിലനിന്ന ആ ഒരു അടിയന്തര കാലഘട്ടം, അതിനെ മറികടക്കാനായിട്ട് പിണറായി വിജയനെ പോലെ ശക്തനായ ഒരു മുഖ്യമന്ത്രി ആവശ്യമാണ് എന്നൊരു തോന്നലിൽ നിന്നായിരിക്കണം. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആയുധങ്ങളൊന്നും വേണ്ട രീതിയിൽ ഭരിക്കാതെ പോയതുകൊണ്ടായിരിക്കാം. അഴിമതി ആരോപണങ്ങളടക്കം ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നെങ്കിലും സ്പ്രിംഗ്ലർ പോലെ വളരെ ദുരൂഹമായ കരാറുകളുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന തത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പല നടപടികളും ആ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എങ്കിലും ജനങ്ങൾ വീണ്ടും LDFിനെ തന്നെ ഭരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാത്രവുമല്ല, 2016 അല്പം കൂടി ഉയർന്ന ഭൂരിപക്ഷത്തോടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ വന്നു. ഇപ്പോൾ 10 കൊല്ലം പിന്നിട്ട പിണറായിസത്തിനെതിരായിട്ട്, അല്ലെങ്കിൽ പിണറായി ഭരണത്തിനെക്കുറിച്ച് വിധി എഴുതാനുള്ളൊരു അവസരമാണ് ജനങ്ങളുടെ മുമ്പിൽ കൈവന്നിട്ടുള്ളത്. അപ്പോൾ ഏത് നിലയ്ക്ക് നോക്കിയാലും ഒരു വലിയ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് കണ്ടാണ്. അത് പക്ഷേ ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് കോൺഗ്രസിനോ BJPക്കോ വോട്ട് ചെയ്യാനൊരു ത്വര വോട്ടർമാരുടെ ഇടയിലുണ്ടാവും എന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. എങ്കിലും പ്രാദേശിക വിഷയങ്ങൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു തിരഞ്ഞെടുപ്പാണ് 2024 ഉണ്ടായത്. 25-ൽ നടന്ന, അത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കണ്ടത് വലിയ ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ വികാരമാണ്. സാക്ഷാൽ CPMകാരടക്കം വോട്ട് കോൺഗ്രസ് മുന്നണിക്ക് അല്ലെങ്കിൽ BJPക്ക് മാറ്റിച്ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ മൂഡ് വളരെ വ്യക്തമാണ്. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ LDF പ്രതിപക്ഷത്തായിരിക്കും, അഥവാ UDF ഭരണത്തിലായിരിക്കും. അത് എത്ര സീറ്റ് കിട്ടും എന്ന് ചോദിച്ചാൽ അഭിപ്രായ സർവേക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. NDTV നടത്തിയ അഭിപ്രായ സർവേയിലടക്കം വ്യക്തമായ ഭൂരിപക്ഷം, 3-ൽ 2 ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ഇവിടെ UDF വരും എന്നാണ് പറയുന്നത്. BJPയുടെ സ്ഥിതി മെച്ചപ്പെടും എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അഭിപ്രായ സർവേ ഒന്നും നടത്താതെ നമുക്ക് പ്രവചിക്കാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 90 മുതൽക്ക് 110 വരെ സീറ്റുകൾ UDFന് കിട്ടാവുന്ന ഒരു സവിശേഷ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇത് പറയുമ്പോൾ അത് UDFിൻ്റെ മേന്മകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കെട്ടുറപ്പുകൊണ്ടാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയൊന്നും വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം 10 കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെക്കുറിച്ച് ഇപ്പോൾ ജനങ്ങൾക്ക് അത്ര വ്യക്തമായ ഒരു ഓർമ്മയില്ല. അതിഭയങ്കരമായ അഴിമതിയായിരുന്നു, കെടുകാര്യസ്ഥതയായിരുന്നു, സമുദായ പ്രീണനമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സമയത്ത് നടത്തുന്നത്. അതിപ്പോൾ ജനങ്ങളുടെ ഓർമ്മയിൽ നിന്നും മങ്ങിയതുകൊണ്ടും ഈ പിണറായി ഭരണത്തിൻ്റെ കരാളത ജനങ്ങളുടെ മുമ്പിൽ പച്ച പിടിച്ച് നിൽക്കുന്നതുകൊണ്ടും പിന്നെ 10 കൊല്ലം ഭരിച്ചൊരു സർക്കാരിനോട് ജനങ്ങൾക്കുണ്ടാകുന്ന വിപ്രതിപത്തി ഇരട്ടിയായിരിക്കും എന്നുള്ളതുകൊണ്ടും ഈ ആൻറ്റി ഇൻകംബൻസി അഥവാ ഭരണവിരുദ്ധ വികാരം ശക്തമായതുകൊണ്ട് UDFന് ഭൂരിപക്ഷം കിട്ടാൻ പോവുകയാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ശിഥിലമാണ്. എന്താണ്, 2 കാലും കുഴിയിലായ നേതാക്കന്മാർ വരെ മത്സരിക്കാൻ തയ്യാറായിട്ട് പുതിയ കതറുകുപ്പായൊക്കെ ഇസ്തിരിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഗോദ്രേജ് അടക്കമുള്ള ഹെയർ ഡൈയുടെയൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരൊക്കെ മുടി കറപ്പിക്കാനും മീശ കറപ്പിക്കാനുമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പണ്ടേ കണ്ടം ചെയ്തു പോയ KSRTC ബസ്സുകളൊക്കെ ഇപ്പോൾ വീണ്ടും പൊടി തട്ടി നിരത്തിലിറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇത് പറയുമ്പോൾ പല മുഖങ്ങളും നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ണു കാണാത്തവരും ചെവി കേൾക്കാത്തവരും പണ്ടൊക്കെ ആണെങ്കിൽ ഗവർണറായി പോകാൻ പ്രായമായവരും ഒക്കെ മത്സരരംഗത്ത് വരികയാണ്. ഇതാണ് സത്യത്തിൽ LDFന് ഗുണകരമായി തീരാവുന്ന ഒരു സാഹചര്യം. കാരണം ഈ ജനങ്ങൾ വെറുത്ത കുറേ കോൺഗ്രസ്സുകാർ വെപ്പ് വല്ലൊക്കെ ഫിറ്റ് ചെയ്ത് പച്ചച്ചിരിയുമായിട്ട് വോട്ട് ചോദിച്ചു വരുമ്പോൾ LDF കുറച്ചുകൂടി ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തുകയും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്താൽ കുറച്ച് സീറ്റുകളെങ്കിലും അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് 80 സീറ്റിലേക്കോ അല്ലെങ്കിൽ 75 സീറ്റിലേക്കോ UDFിൻ്റെ വിജയത്തെ ചുരുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ LDFന് വലിയ വിജയമായിരിക്കും. പിന്നെ BJPയുടെ കാര്യം പറഞ്ഞാൽ
അവരുടെ വോട്ട് ഷെയർ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ സീറ്റുകളിൽ ഈ പറഞ്ഞ പോലെ എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. ബി ജെ പി പിടിക്കുന്ന വോട്ടും ബി ജെ പി പിടിക്കാത്ത വോട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിരിക്കും. കാരണം ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ചില സ്ഥലങ്ങളിലൊക്കെ ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരു പക്ഷേ എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ എൽ ഡി എഫ് ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില സീറ്റുകളിൽ ജയിക്കാം. അല്ലാത്തിടത്തോളം ഈ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായി തന്നെ യു ഡി എഫിൽ കേന്ദ്രീകരിക്കാനാണ് സാധ്യത. ഇന്നത്തെ നിലയ്ക്ക് ബി ജെ പിക്ക് കിട്ടുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഏതാണ്ട് അത്രത്തോളം തന്നെ മുസ്ലിം വോട്ടുകളെ എൽ ഡി എഫിന് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ നേമം പോലെ അല്ലെങ്കിൽ പുതുപ്പള്ളി, നമ്മുടെ പൂഞ്ഞാറ് പോലെ ഉള്ള ചില മണ്ഡലങ്ങളിൽ അന്യഥാ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ ജയിച്ചു പോയേക്കും എന്ന ഭയം കൊണ്ട്, ആ സംശയം കൊണ്ട് ചിലപ്പോൾ മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ടും എൽ ഡി എഫിന് കിട്ടിയേക്കാൻ സാധ്യതയുണ്ട്. അതൊഴിച്ചാൽ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ ഒരു കേന്ദ്രീകരണം യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടോ. മറുഭാഗത്ത് ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ എന്തുമാത്രം എൽ ഡി എഫിന് കിട്ടും, എത്ര ബി ജെ പിയിലേക്ക് പോകും എന്നുള്ളതും തർക്ക വിഷയമാണ്. പിന്നെ ഭരണത്തിൻ്റെ ഗുണം കൊണ്ട് ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഉറച്ച സി പി എംകാരടക്കം വോട്ട് മാറ്റി ചെയ്യാൻ സാധ്യതയുണ്ട്. അവരുടെ വോട്ടുകൾ, കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ആ വോട്ടുകൾ മാർക്സിസ്റ്റുകാരുടെ വോട്ട് കൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടാകാൻ പോകുന്ന ഭരണം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാനിപ്പോൾ ഒരു പ്രവചനം നടത്തുന്നില്ല. ഈ ചില കാര്യങ്ങൾ അനുഭവിച്ച് തന്നെ തീരേണ്ടത്. എൻ്റെ ബലമായ വിശ്വാസം അഥവാ സംശയം എന്ന് പറയുന്നത് കൃത്യം 5 കൊല്ലം കഴിഞ്ഞ് ഇതുപോലെ സമയത്ത് നമ്മൾ പിണറായി വിജയൻ്റെ സർക്കാർ എത്ര ഭേദമായിരുന്നു എന്ന് ആത്മകഥ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ്. അപ്പോൾ കൂടുതലായിട്ട് ഈ വിഷയത്തെക്കുറിച്ചൊന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം.